ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ തമിഴ്നാട് തീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിലവിൽ ചെന്നൈയിൽ നിന്ന് 120 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഈ ചുഴലിക്കാറ്റ് അടിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലുടനീളം നന്നായി കാറ്റ് വീശുന്നുണ്ട്, മഴയും ഉണ്ട്. എല്ലാ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, ഇപ്പോൾ എന്താണ് അവസ്ഥ? മഴയും കാറ്റും തകർക്കുന്നുണ്ടോ? എസ് കെ, ഞാനിപ്പോൾ ചെങ്കൽപ്പെട്ട് ജില്ലയിലാണുള്ളത്. ചെങ്കൽപ്പെട്ടിലെ മഹാബലിപുരത്ത് ആണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടെ അതിരൂക്ഷമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മൾ സംസാരിച്ച ആ സീനേ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം അതിൽ നിന്നൊക്കെ വലിയ കാറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഏതാണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം, അവരുടെ ഒരു നിർദ്ദേശം പോലെ ഒക്കെ കാര്യങ്ങൾ പോവുകയാണ്. കൃത്യമായി ഈ സമയത്തും കാറ്റ് രൂക്ഷമാകുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കാറ്റ് രൂക്ഷമാണ്. ഇതൊരു ബീച്ചിന്റെ പ്രദേശമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ തോതിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കാറ്റ് ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ചെങ്കൽപ്പെട്ടിൽ മാത്രമല്ല, ചെന്നൈയിലെയും മറ്റ് ജില്ലകളിലെയും ഒക്കെ സമാന സ്ഥിതി ഇത് തന്നെയാണ്. ഒരു 5-6 ജില്ലകളിൽ ഇപ്പോൾ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്ര മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും കൂടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. താഴ്ന്ന പ്രദേശത്തുള്ളവരൊക്കെയും ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ അടുക്കളയൊക്കെയും തുറന്നിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ 22,000 സന്നദ്ധ പ്രവർത്തകരെയാണ് സർക്കാർ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് ഇറക്കാനായി തയ്യാറാക്കിയിരിക്കുന്നു. ഒപ്പം മന്ത്രിമാർക്കാണ് ജില്ലകളുടെ ചുമതലയുള്ളത്. ഒപ്പം ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് ഇറങ്ങി ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനവും നീങ്ങുന്നത്. എന്തായാലും നിലവിൽ വലിയ തോതിലുള്ള അത്യാഹിതങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ കാറ്റ് അതിശക്തമാവുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലാണ് കാറ്റ് വീശുന്നത് എങ്കിൽ അത് വൈകിട്ടോടെ അതിശക്തമായ കാറ്റായി മാറും. ആളുകൾ റോഡിലേക്ക് ഇറങ്ങരുത് എന്ന് സർക്കാർ ആവർത്തിച്ച് പോലീസും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം ആരോഗ്യവകുപ്പിൽ നിന്നും നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഈ പ്രായമായവർ, ഒപ്പം തന്നെ ഗർഭിണികളുമൊക്കെയായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രത പുലർത്തണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ ആ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും സർക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കൃത്യമായി ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രവർത്തനം ഒരു വഴിക്ക് നടക്കുകയാണ്. ഇനി ജാഗ്രത പുലർത്തേണ്ടത് ജനങ്ങളാണ്. ആ ജാഗ്രത പുലർത്തി കഴിഞ്ഞാൽ ഇതിനെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. SKN. ഓക്കെ, നമ്മുടെ റഹീസ് നല്ല മഴയിൽ കുതിർന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിലുടനീളം കനത്ത മഴയുണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടെയാണ് ഈ ചുഴലിക്കാറ്റ് കര തൊടാൻ പോകുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ ചെയ്തതായി വിവരമുണ്ട്. പക്ഷേ ജാഗ്രത പാലിക്കണം.